നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ സ്വാമി? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. നമ്മുടെ ശരവണനില്ലേ, അവനെ ഞാനിപ്പോ കണ്ടു. എവിടെ വെച്ച്? അവൻ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. കൂടെ ഉള്ളത് ആരാന്നറിയോ? പൊന്നുമണി. അത് ശരി, അവളാള് കൊള്ളാലോ. ശരവണനെ കൂടെ നിർത്താൻ പറ്റിയ അതിന്റെ ഗുണം എന്താണെന്ന് മാഡത്തിന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, പറയാതെ തന്നെ എനിക്കറിയാം. പക്ഷേ അവൻ വഴങ്ങോ? അത് മാഡത്തിന്റെ ബുദ്ധി പോലെ ഇരിക്കും. ശരവണനും ശരത്തും തമ്മിൽ നല്ല ശത്രുതയില. അത് തീർത്ത് രണ്ടുപേരെയും കൂടെ നിർത്താൻ പറ്റിയ മാഡത്തിനെ പിന്നെ തൊടാൻ ആർക്കും പറ്റില്ല. അല്ലെങ്കിലും എന്നെ തൊടാൻ കൽപ്പുള്ള ഒരുത്തനും ഈ നാട്ടിലില്ല സ്വാമി. അത് വെറുതെ. സിദ്ധാർത്ഥം വക്കീല് ഒരു തവണ മാഡത്തിനെ തോൽപ്പിച്ചതാ. അതിത്ര പെട്ടെന്ന് മറന്നോ? വേണമെന്ന് വിചാരിച്ച ഇപ്പോഴും പലർക്കും മാഡത്തിനെ തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ ഇവര് രണ്ടുപേരും കൂടണ്ടായ മാഡം ഡബിൾ സ്ട്രോങ് ആവും. സ്വാമി പറഞ്ഞതിൽ സത്യമില്ലാതെയില്ല. പക്ഷേ എങ്ങനെ ഇവർ രണ്ടുപേരെ ഒരുമിപ്പിക്കും? അതല്ലേ പിടികിട്ടാത്തത്. മാഡം വിചാരിച്ചാലാണോ ഇതൊക്കെ സാധിക്കാത്തത്? ഒന്ന് ആലോചിക്കും. എന്തെങ്കിലും വഴി തെളിയാതിരിക്കില്ല. ശരി, സ്വാമി ഫോൺ വെച്ചോ. എന്താ തങ്കച്ചി? ഓ, അപ്പൊ എന്നെ മറന്നിട്ടില്ല. അങ്ങനെ മറക്കാൻ പറ്റുമോ? അത് കള. നിനക്കെന്നെ പുല്ലുവിലയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ നീ എന്റെ വരുതിക്ക് നിൽക്കാത്തത്. അത് മാത്രമല്ല, നോയിപ്പിക്കുകയും ചെയ്തു. സാരമില്ല, എല്ലാം ഓർത്തു വയ്ക്കുന്ന ശീലം എനിക്കുണ്ട്. പലിശയ്ക്ക് കടം കൊടുക്കുന്നതാ എൻ്റെ ഒരു ഏർപ്പാട്. അതുകൊണ്ട് തിരിച്ചു തരുമ്പോ മുതലും പലിശയും തിരിച്ചു തരും. ഇത് പറയാനാണ് വിളിച്ചത്. 100 കൂട്ടം പ്രശ്നങ്ങൾ നടുക്കാൻ ഞാൻ നിൽക്കുന്നത്. ഇതിനിടയിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്താൻ വന്നാ പോയി പണി നോക്കാൻ പറയും ഞാൻ. അതാരായാലും, എത്ര വലിയ കൊമ്പനായാലും. ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്താനൊന്നും വിളിച്ചതല്ല. ഞാൻ ഇന്ന് ആ ശരവണനെ കണ്ടിരുന്നു. എവിടെ വെച്ച്? അതൊന്നും ഞാൻ പറയില്ല. കൂടാ പൊന്നുമണി ഉണ്ടായിരുന്നു. സത്യം തങ്കച്ചി പറയുന്നത്? ഞാൻ നിന്നെ പോലെ അല്ലടാ, നോണ പറയാറില്ല. മോനെ ശരത്തെ, നിന്റെ അന്തകവിത്ത ശരവണൻ. നിന്റെ പുക കണ്ടിട്ടേ അവ അടങ്ങും. നീ വലിയ പുലിയാണെന്നാണല്ലോ അവകാശപ്പെടുന്നത്. അത്രയ്ക്ക് സാമർഥ്യം ഉണ്ടെങ്കിൽ അവനെ ഒന്ന് കണ്ടുപിടിക്കും. എങ്കിൽ നീ മിടുക്കനാണെന്ന് ഞാൻ പറയും. അവൻ ഇവിടെ തന്നെ തിരിച്ചു വരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. വന്നെങ്കിൽ അതിനെന്തോ ഉദ്ദേശമുണ്ട്. നിന്നെ തകർക്കണം, അതാണ് അവന്റെ ഉദ്ദേശം. അതവൻ നേടിയിരിക്കും. കാരണം അവനെ സഹായിക്കാൻ ഇപ്പൊ ആളുകളുണ്ട്. എത്ര വലിയ സപ്പോർട്ട് ഉണ്ടായാലും അതൊക്കെ ഞാൻ തകർക്കും. ശരവണ്ണേ എന്റെ ശത്രുവാ. അവന്റെ വിധി കണ്ടവരാരും ഉണ്ടാവില്ലെന്നാ അതിനർത്ഥം. എനിക്കറിയാം എന്ത് വേണമെന്ന്. നീ എന്റെ മുമ്പിൽ മിടുക്കനാവാൻ നോക്കി, അതിബുദ്ധി കാണിച്ചു. അതാ നിന്നെ വിട്ട് കളഞ്ഞത്. വിശ്വസിക്കാൻ പറ്റാത്തവരെ ഞാൻ കൂടെ കൊണ്ട് നടക്കാറില്ല. നീയും ഞാനും തമ്മി സൗഹൃദത്തിലായിരുന്നെങ്കിൽ ശരവണനെ ഇപ്പൊ ഞാൻ പിടിച്ചനെ. ഇനി അത് നിന്റെ ജോലിയാ. ആണാണെങ്കിൽ ശരവണനെ നീ പിടിച്ചു കാണിക്കും.